മനുഷ്യജന്മത്തിനു അടിസ്ഥാന ഘടകം വിവരിക്കുന്ന ഒരു വീഡിയോ മാത്രമായി കാണരുത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദയവായി പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കൂ. കഥകളും ഐതിഹ്യങ്ങളും കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. മനുഷ്യജന്മം ശ്രേഷ്ഠജന്മമോ? ശ്രീ വൈകുണ്ഠം, സാക്ഷാൽ പരമാനന്ദമൂർത്തിയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനം. ഉജ്ജ്വലിക്കുന്ന കോടി സൂര്യന്മാരെപ്പോലെ തിളങ്ങുന്ന കിരീട കടകഹാരാദികളാലും ശ്രീവത്സത്താലും ശോഭയേറിയ കൗസ്തുഭരത്നത്താലും തൂമന്ദഹാസം പൊഴിച്ച് പ്രസന്നമായിരിക്കുന്ന മുഖകാന്തിയാലും ശംഖ് ചക്ര ഗദാപത്മങ്ങളേന്തിയ കൈകളാലും താമരപ്പൂവിനൊത്ത പാദങ്ങളാലും മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്ത അതിമനോഹാരിതയോടും കൂടി പരിശോഭിതനായി വിളങ്ങി നിൽക്കുന്ന കായാമ്പൂവർണ്ണൻ പാലാഴിയിൽ അനന്തന്റെ മേലെ ശയിക്കുകയാണ്. ഐശ്വര്യത്തിന്റെ നിറകുടമായ ലക്ഷ്മീദേവിയും സർവാഭരണ വിഭൂഷിതയായി ഭഗവാനോടൊപ്പം തന്നെയുണ്ട്. ഭഗവാനോടൊത്ത് പലതും പറഞ്ഞ് സന്തോഷമായിരിക്കുന്ന അവസരത്തിലാണ് ലക്ഷ്മീദേവിയുടെ മനസ്സിലൊരു സംശയം തോന്നിയത്. ഭഗവാനെ, അങ്ങയുടെ പ്രേരണയാൽ ബ്രഹ്മാവാണല്ലോ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം നടത്തിയത്. അതിൽ തന്നെ മനുഷ്യജന്മമാണല്ലോ ഏറ്റവും ഉത്കൃഷ്ടമായത്. അങ്ങ് അതിൽ സംതൃപ്തനല്ലേ? ഇത്രയും വിവേചനബുദ്ധിയും സ്വയം ചിന്തിക്കാനും വകതിരിവോടെ കാര്യങ്ങൾ നടപ്പിലാക്കാനും അങ്ങയെ നിരന്തരം ധ്യാനിച്ച് മോക്ഷം നേടുവാനുമെല്ലാം കഴിയുന്ന ഒരു ജന്മം മനുഷ്യനു മാത്രമല്ലേ അങ്ങ് നൽകിയിട്ടുള്ളത്? അങ്ങയ്ക്ക് അതിലിപ്പോൾ സന്തോഷം തോന്നുന്നില്ലേ? ലക്ഷ്മീദേവിയുടെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കേട്ട ഭഗവാനാവട്ടെ മറുപടി ഒന്നും പറയാതെ മൗനം പാലിച്ചിരിക്കുകയാണുണ്ടായത്. ഭഗവാനിൽ നിന്നും പ്രതീക്ഷിച്ച മറുപടി ഒന്നും കിട്ടാഞ്ഞപ്പോൾ ലക്ഷ്മീദേവിയാകട്ടെ ഭഗവാന്റെ താമരപ്പൂ പോലെ സുന്ദരമായ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എപ്പോഴും പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മുഖത്തിന് ചെറുതായൊരു മങ്ങലേറ്റുവോ? ലക്ഷ്മീദേവിക്ക് ഉത്കണ്ഠയായി. എന്തുപറ്റി ഭഗവാനെ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും അപാകതയുണ്ടായോ? അങ്ങെന്താണ് പതിവില്ലാത്ത വിധം ദുഃഖിതനായത്? ദേവിയുടെ ചോദ്യത്തിനുത്തരമായി ഭഗവാൻ പറഞ്ഞു, ഭവതി, നമുക്ക് നമ്മുടെ വിവിധ സൃഷ്ടികളുടെ സ്വഭാവവിശേഷങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്കാം. എന്റെ കൂടെ വരൂ. നമുക്ക് ഓരോ സൃഷ്ടിയെയും വിശദമായി പരിശോധിക്കാം. ലക്ഷ്മീ സമേതനായ ഭഗവാൻ ഓരോ സൃഷ്ടിയുടെയും കർമ്മരീതികളും വിശേഷങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം മനുഷ്യരുടെ വിശേഷങ്ങൾ തന്നെയാവട്ടെ. കാരണം പുഴുവായും പൂച്ചയായും കൃമിയായും കീടമായും പല പല ദുരിതജന്മങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന അപൂർവ ഭാഗ്യജന്മമാണല്ലോ മനുഷ്യന്റേത്. അതും ഈ കലിയുഗത്തിൽ മനുഷ്യനായി പിറക്കുകയെന്നതിൽ പരം പുണ്യം ലഭിക്കാനുമില്ല. കാരണം നാമജപത്താൽ തന്നെ ഈ കലിയുഗത്തിൽ മനുഷ്യനും മോക്ഷപ്രാപ്തി നേടാൻ സാധ്യമാണല്ലോ. വളരെയധികം ആവേശത്തോടെ മനുഷ്യരുടെ ഇടയിലെത്തി അവരുടെ ചെയ്തികൾ ഓരോന്നായി കണ്ടപ്പോൾ ലക്ഷ്മീദേവി ആകെ പരവേശത്തിലായി. ഭഗവാനെ, എന്താണിത്? എന്താണ് ഞാൻ കാണുന്നത്? ഇത്രയും മഹത്തായ പുണ്യജന്മം കിട്ടിയിട്ട് അതിന്റെ മഹത്വമറിയാതെ സ്വന്തം ജന്മം പാഴാക്കിക്കളയുകയാണല്ലോ. രാഷ്ട്രീയത്തിന്റെ പേരിലും ഒരു തുണ്ട് ഭൂമിയുടെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും എന്തിനേറെ പറയുന്നു, ഒരമ്മയുടെ മക്കൾ തന്നെ നിസാര കാരണങ്ങൾക്ക് തന്നിൽ വഴക്കും ദ്വേഷ്യവും കൊല്ലും കൊലയും നടക്കുകയാണല്ലോ. പലവിധത്തിലുള്ള പീഡനങ്ങളും ചതിയും വഞ്ചനയുമാണല്ലോ ഇവരിൽ മിക്കവരുടെയും മുഖമുദ്ര. പരസ്പര സ്നേഹവും വിശ്വാസവും സഹായ സഹകരണവും ഈശ്വരവിശ്വാസവും എല്ലാ സദ്ഗുണങ്ങളും ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടുപോയല്ലോ ഭഗവാനെ. ഇത്രയും പുണ്യമേറിയൊരു ജന്മം കെട്ടിയിട്ടും ഇവരതിന്റെ വിലയറിയാതെ പാഴാക്കിക്കളയുകയാണല്ലോ ഭഗവാനെ. ഇങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് അധികം സമയം തങ്ങാനാവില്ല ഭഗവാനെ. സദ്ഗുണങ്ങളുള്ളിടത്തല്ലേ ലക്ഷ്മിക്ക് വസിക്കാൻ കഴിയൂ. ലക്ഷ്മിയുള്ളിടത്ത് ഭഗവാനും കൂടെയുണ്ടാവുമല്ലോ. നമുക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. നമുക്ക് വേഗം തന്നെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാം. അങ്ങയുടെ മുഖകമലം വാടിയതിന്റെ പൊരുൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പ്രഭു. ദേവി, അല്പം കൂടി ക്ഷമിക്കൂ. നമുക്ക് നമ്മുടെ മറ്റു സൃഷ്ടികളെ കൂടി നിരീക്ഷിച്ചിട്ടു പോകാം. വൃക്ഷങ്ങളെയും ചെടികളെയും നോക്കൂ. അവർ പക്ഷിമൃഗങ്ങൾക്കും മനുഷ്യർക്കും തണലേകുന്നതും തങ്ങളുടെ കായ്കനികൾ അവർക്ക് ഭക്ഷിക്കാനായി കൊടുക്കുന്നതും ഒരു പ്രതിഫലവും കാക്ഷിക്കാതെയാണ്. അതുപോലെ പക്ഷികളാകട്ടെ മൃഗങ്ങളാവട്ടെ അവർക്ക് വിശപ്പിനു വേണ്ട ആഹാരവും താമസിക്കാൻ ഒരു കുഞ്ഞു പാർപ്പിടവും മാത്രം സ്വന്തം അധ്വാനത്താൽ നേടുമെന്നല്ലാതെ മറ്റുള്ളവരുടേത് കൈക്കലാക്കാനോ പ്രകൃതിയെ നശിപ്പിക്കാനോ അവർ മിനക്കെടാറില്ല. അവർക്ക് വിശേഷബുദ്ധിയില്ലെങ്കിലും വിശേഷബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യരെപ്പോലെ ഇവരൊന്നും തന്നെ അധപതിച്ചിട്ടുമില്ല. പ്രകൃതി തന്നെ ഈശ്വരനാണെന്ന തിരിച്ചറിവുണ്ടായിട്ടും ഭാവി തലമുറയ്ക്കു വേണ്ടി ഈ പ്രകൃതിയെ
തനതായി നിലനിർത്തണമെന്നറിയാമായിരുന്നിട്ടും അറിയാത്ത ഭാവം നടിച്ച് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ? മഴ വന്നാലും വെയില് വന്നാലും അതിനെയും ശപിക്കുന്നത് അവൻ തന്നെ. നാശം പിടിച്ച മഴയെന്നോ നശിച്ച ചൂടെന്നോ പറയുന്ന അവനറിയില്ലേ ഈ ചൂടും മഴയും ഒന്നുമില്ലെങ്കിൽ പ്രകൃതിക്കും അവനും നിലനിൽപ്പില്ലെന്ന്? ഇതൊന്നും അറിയാത്ത വിവേചനബുദ്ധിയില്ലാത്ത പക്ഷിമൃഗങ്ങളും വൃക്ഷലതാദികളും പ്രകൃതിയുടെ ഓരോ ഭാവത്തെയും പൂർണ്ണ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ നിയതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനൊപ്പം തന്നെ ജീവിക്കുന്നത് നോക്കൂ. പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് അവർ ജീവിക്കുന്നത്. മനുഷ്യൻ മറക്കുന്നതും അതുതന്നെയാണ്. ദേവി, എനിക്കിപ്പോൾ മനുഷ്യജന്മത്തെയോർത്ത് സന്തോഷമല്ല തോന്നുന്നത്, മറിച്ച് അവരുടെ അധർമാനുഷ്ഠാനങ്ങൾ നിമിത്തം ഭൂമിയുടെ സ്ഥിതി എന്തായിത്തീരുമെന്ന ആകുലതയാണ് എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ദുർലഭവും മഹത്വവുമായ മനുഷ്യജന്മം കിട്ടിയിട്ടും വരും തലമുറയെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ, സഹജീവികളെ ഒരിക്കൽ പോലും സ്നേഹിക്കാതെ, പരസ്പരം പോരടിച്ചും നശിപ്പിച്ചും തന്റെ സ്വാർത്ഥലാഭത്തിനായി പ്രകൃതിക്ക് മുഴുവൻ നാശം വരുത്തിയും ജന്മം പാഴാക്കിക്കളയുന്നവരെ ഓർത്ത് വ്യാകുലപ്പെട്ട മനസ്സോടെ ഭഗവാൻ ലക്ഷ്മീദേവിയോടൊപ്പം തന്റെ വാസസ്ഥാനത്തേക്ക് മടങ്ങി. സർവം കൃഷ്ണാർപ്പണമസ്തു.